അവിടെയുള്ള മൊത്തം വരുമാനത്തിന്റെ അവരെ ടാക്സ് അടച്ചിട്ടുമുണ്ട്. അപ്പൊ അതിനകത്തൊന്നും അവരെ കുറ്റപ്പെടുത്താനായിട്ട് ഇവർ ശ്രമിച്ചൊന്നും ഇനി വിലപ്പോവില്ല. അപ്പൊ QR കോഡ് എങ്ങനെയാണ് സൃഷ്ടിക്കുക? അത് ഈ പെൺകുട്ടികൾക്ക്, അത് ഞാൻ അന്നേ പറയുന്നുണ്ട്, ഈ പെൺകുട്ടികൾക്ക് അതിനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ QR കോഡ് ആരെ അവരെ സഹായിച്ചിരിക്കും? അതാരാണ്? ആരെങ്കിലും ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ കൂട്ടുകാരനായിരിക്കും. അപ്പൊ അയാളെയും കൂടെ ഇപ്പം പ്രതിയാക്കേണ്ടി വരും. QR കോഡ് അങ്ങനെ ഒരാൾക്ക് നിസ്സാരമായിട്ട് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഈ തട്ടിപ്പിന് ശേഷം അവർ സ്വർണ്ണാഭരണം വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് ഈ ശമ്പളം അല്ലാതെ വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ പിന്നെ ഒരു പ്രിസംഷൻ തന്നെ ഇവിടുന്ന് അടിച്ചു മാറ്റിയ ശേഷമാണ് ആ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ചില സ്കൂട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. അതിനുള്ള പണം എവിടുന്ന്? അത് സാധാരണഗതിയിൽ രൊക്കം കൊടുത്താണോ വാങ്ങിച്ചതെന്നുള്ള പോലീസിന് ഇപ്പൊ അറിയാം. കുറെയൊക്കെ പണം ഇവരെ ഈടാക്കാൻ പറ്റും. സ്വർണ്ണാഭരണമൊക്കെ ഈടാക്കാം, അല്ലെങ്കിൽ പിന്നെ അവരെ വീട് അറ്റാച്ച് ചെയ്യും. കാരണം ഇവർക്ക് ഈ പണം കിട്ടാനുള്ള സോഴ്സ് ഇല്ലാന്ന് പോലീസിന് അറിയാം, കോടതിക്കും അറിയാം. പിന്നെ എങ്ങനെയാണ് ഇത്ര സമ്പാദിച്ചതെന്ന് പറഞ്ഞാൽ അത് അവിടുന്ന് വെട്ടിച്ച പൈസ തന്നെ. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ QR കോഡ് ഉപയോഗിച്ച് വനിതാ ജീവനക്കാർ പണം തട്ടിച്ചുവെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമായി. ദിയയുടെ QR കോഡിനു പകരം ജീവനക്കാരുടെ QR കോഡ് വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് ചില ദിവസങ്ങളിൽ 2 ലക്ഷം രൂപ വരെ വന്നിട്ടുണ്ട്. 40 ലക്ഷത്തിന്റെ തട്ടിപ്പാണ് ഇതേവരെ കണ്ടെത്തിയത്. തട്ടിയെടുത്ത പണം പ്രതികൾ 3ആയി വീതം വെച്ചെടുത്തുവെന്നും അതുപയോഗിച്ച് സ്വർണവും സ്കൂട്ടറും വാങ്ങിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഈ ഒരു വിഷയത്തിൽ റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറാണ് നമ്മോടൊപ്പം ചർച്ചയ്ക്കുള്ളത്. സാർ, സ്വാഗതം. നമസ്കാരം സാർ, നേരത്തെ തന്നെ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസ് നമ്മൾ 3 തവണ ചർച്ചയ്ക്കെടുത്തതാണ്. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഒരു വലിയ തട്ടിപ്പല്ലേ ഇവിടെ നടന്നിരിക്കുന്നത്? ആ കേസിന്റെ തുടക്കം മുതലേ അതിലെ പരിചയമില്ല എനിക്ക് നടൻ കൃഷ്ണകുമാറിനെ. പക്ഷെ അവരോടൊപ്പമായിരുന്നു. കാരണം ആ കുട്ടികൾ അവിടെ നടത്തിയ ആ തട്ടിപ്പ്, അതിനുശേഷം അവരുടെ കൂടെ സഹകരിച്ചു നിന്ന അവരുടെ ഭർത്താക്കന്മാര്, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കള്, അല്ലെ 1-2 അഡ്വക്കേറ്റന്മാര്, അവര് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രം ഒരുക്കി. അത് കൃഷ്ണകുമാറിന്റെ മോളുമാണ് കുറ്റക്കാരെന്നുള്ള രീതിയിൽ അവരൊത്തിരി ഡിഫൻസ് എടുത്തു. അത് പൊളിഞ്ഞുപോയി. കാരണം ടാക്സ് വെട്ടിക്കാനും GSA അത് വെട്ടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവരുടെ പേരിലേക്ക് ചില അക്കൗണ്ടുകൾ, ചില പണം ഇവരുടെ പേരിലേക്ക് അയച്ച് ക്യാഷ് ആയിട്ട് എടുത്ത് ഇവർ കൊണ്ട് കൊടുക്കുന്ന രീതിയിലൊക്കെ ആണെന്നൊക്കെ ഒരു ഡിഫൻസ് പറഞ്ഞു. വളരെ ബാലിശമായ ചില ഡിഫൻസുകളാണ് അവർ ഉതിർത്തത്. അത് അവരുടെ അഡ്വക്കറ്റോ അവരുടെ ഭർത്താക്കന്മാരോ പറഞ്ഞു കൊടുത്തതാണ്. എന്തായാലും ഇപ്പൊ രണ്ടുപേര് കീഴടങ്ങി. വിനീതയും രാധാകുമാരിയും കീഴടങ്ങി. അതാണ് അവര് ജാമ്യത്തിനൊക്കെ പോയി ഹൈക്കോടതിയിൽ പോയിട്ട് ജാമ്യം ലഭിച്ചില്ല. കാരണം 40 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നാണ് നമ്മൾ കരുതിയത്. ഇപ്പം പോലീസ് അതിനെ അന്വേഷിച്ച് വന്നപ്പോൾ 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അവിടെയുള്ള മൊത്തം വരുമാനത്തിന്റെ അവരെ ടാക്സ് അടച്ചിട്ടുമുണ്ട്. അപ്പൊ അതിനകത്തൊന്നും അവരെ കുറ്റപ്പെടുത്താനായിട്ട് ഇവർ ശ്രമിച്ചൊന്നും ഇനി വിലപ്പോവില്ല. ഏതായാലും 2 പേര് കസ്റ്റഡി വാങ്ങിച്ചു. ക്രൈംബ്രാഞ്ച് കസ്റ്റഡി വാങ്ങിച്ചിട്ട് അവരെ ആ സ്പോട്ടിൽ കൊണ്ടുവന്നു. അതിനകത്ത് എങ്ങനെയാണ് ഇവര് ഈ തട്ടിപ്പ് നടത്തുന്നതെന്ന് പോലീസിനെ കാണിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ ഇവർ പറഞ്ഞ ചില ഡിഫൻസുകളുണ്ട്. അവിടെയുള്ള ഓരോ സാധനത്തിന്റെ അവിടെ ബാർകോഡ് എഴുതിയിട്ടില്ല, ബാർകോഡ് വെച്ചിട്ടില്ല എന്നൊക്കെ ഇവർ പറഞ്ഞു. കാരണം അത് ദിയയെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. ബാർകോഡ് വെച്ചിട്ടില്ലെങ്കിൽ ഈ സാധനം ഒരാൾ ഇഷ്ടപ്പെട്ടാല് ഇവര് മാഡത്തിനെ വിളിച്ച് ചോദിക്കും അതിന്റെ വില എത്രയാണെന്ന്. ഇന്ന സാധനമാണെന്ന് പറയുമ്പോൾ മാഡത്തിന് അറിയാം. വീട്ടിൽ ഇരുന്ന് അവര് ഡിജിറ്റലായിട്ട് അത് നോക്കും. ഇന്ന സാധനം എന്ന് കാണും, ഈ സാധനം എന്ന് കാണും. അപ്പൊ അവർക്കത് മനസ്സിലാവും. അന്നേരമാണ് അവർ പറയുന്നത്, തോന്നിയ വില പറയുകയാണ്. അങ്ങനെയാണ് ഇത്രയും പണം സമ്പാദിക്കുന്ന ഒരു വാദഗതി ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ പോട്ടെ, അത് ഇവർ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു സാധനത്തിന്റെ വില അവരാണ് നിശ്ചയിക്കുന്നത്. അത് സൗകര്യമുള്ളവർ വാങ്ങും, പണമുള്ളവർ വാങ്ങും, ചിലപ്പം കൂടുതൽ വാങ്ങും. ഇത് മാർക്കറ്റിലെ അവർ വിൽക്കുന്ന സാധനങ്ങളൊന്നും മാർക്കറ്റിലെ ഒരു ബാർകോഡിൽ മറ്റു പലരും ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളല്ല. ഇത് സ്വന്തമായിട്ട് ഗിൽറ്റ് പോയ സാധനങ്ങൾ അവർ തന്നെ പല ഓർഡർ ചെയ്ത് പല രീതി അവരുടെ ഭാവനയ്ക്കനുസരിച്ച് അതൊക്കെ നെയ്തെടുത്ത് അല്ലെങ്കിൽ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് അവർ പറയുന്ന വില തന്നെ. അങ്ങനെ ഒരു മാർക്കറ്റിംഗ് പല കമ്പനിക്കാർ സൃഷ്ടിച്ചു വിടുന്ന സാധനങ്ങളല്ല. അപ്പൊ അതിനൊരു വില നിശ്ചയിക്കാൻ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ, എണ്ണ ഛായാചിത്രങ്ങള് അല്ലെങ്കിൽ പോർട്രേറ്റുകള്, അതൊക്കെ
അത് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ ഒരാൾ വായിക്കുന്നത്, പക്ഷെ കിട്ടുന്ന 1.5 കോടി 2 കോടി രൂപയല്ലേ. അതിനൊരു ബാർകോഡ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതുപോലെ ഈ ഗിൽറ്റ് സാധനങ്ങള് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊക്കെ തലയിലും ദേഹത്തും ഒക്കെ ചൂടാനും പിടിക്കാനും ഒരുങ്ങാനും ഒക്കെ അതിനൊരു സ്റ്റാൻഡേർഡ് വില നിശ്ചയിക്കാനൊക്കെ അത് അവര് പറയുന്ന മോഹ വില തന്നെ. അത് കൊടുത്തെങ്കിൽ കിട്ടുമല്ലേ കിട്ടൂല. അപ്പൊ അതൊന്നും ഈ കുട്ടികൾ പറഞ്ഞ് കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല. ഇവരെന്തായാലും പണം അടിച്ചു മാറ്റിയിരിക്കുന്നു. ഒരു ദിവസം 2 ലക്ഷം രൂപയുടെ പണം വരെ അടിച്ചു മാറ്റിയതായിട്ട് ഇപ്പം കാണുന്നുണ്ട്. അപ്പൊ അത് അവരുടെ മിസ്റ്റേക്ക്. ആ പണം മോഹിച്ചാണ് അവരവിടെ നിന്നത്. അവരുടെ ഭർത്താക്കന്മാര് ചിലർ അതോട് കൂടി അങ്ങനെ ഈ പണം സമ്പാദനത്തിലുള്ള ഒരു മാർഗം ഇവർ തന്നെ സൃഷ്ടിച്ചു. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ദിയയുടെ അടുത്തും നടൻ കൃഷ്ണകുമാറിന്റെ അടുത്ത് അവരുടെ പേര് ആരോപണം കൊണ്ടിരുന്നത് വളരെ വ്യക്തമായി നമ്മളെ പോലുള്ളവർക്ക് അന്നേ മനസ്സിലായിട്ടുണ്ട്. നികുതി വെട്ടിക്കാൻ വേണ്ടി ദിയ കൃഷ്ണ പറഞ്ഞിട്ടാണ് QR കോഡ് മാറ്റി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചത് എന്നാണ് ഈ ജീവനക്കാരികൾ മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ പ്രതികളുടെ വാദം നിലനിൽക്കില്ലല്ലോ അല്ലേ? അത് നിലനിൽക്കത്തില്ല. അപ്പൊ QR കോഡ് എങ്ങനെയാണ് സൃഷ്ടിക്കുക? അത് ഈ പെൺകുട്ടികൾക്ക്, അത് ഞാൻ അന്നേ പറയുന്നുണ്ട്, ഈ പെൺകുട്ടികൾക്ക് അതിനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ QR കോഡ് ആരെ ഇവരെ സഹായിച്ചിരിക്കും? അത് ആരാണ്? ആരെങ്കിലും ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ കൂട്ടുകാരനായിരിക്കും. അപ്പൊ അയാളെയും കൂടെ ഇപ്പം പ്രതിയാക്കേണ്ടി വരും. QR കോഡ് അങ്ങനെ ഒരാൾക്ക് നിസ്സാരമായിട്ട് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. അതൊരു വിദഗ്ധ എക്സ്പെർട്ടിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി പണം കൊടുത്ത് ഒരു QR കോഡ് സൃഷ്ടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ കൂടെയാണ് ഇവർ പണം അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട്. QR കോഡ് അനുസരിച്ചാണ് ആ പണം അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ വന്നിരിക്കുന്നത്. അത് അവിടുത്തെ ദിയ അറിയാതെ ചെയ്തിരിക്കുന്നതാണ്. ഏതായാലും സ്റ്റോക്ക് എടുത്ത് അവർ ഇത്ര നാളും വെരിഫൈ ചെയ്തപ്പോഴാണ് 69 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. പ്രതികളെ ദിയയുടെ സ്ഥാപനത്തിൽ എത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത് എന്ന് പ്രതികൾ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ കണ്ടതുമാണ്. ചില ദിവസം 2 ലക്ഷം രൂപ വരെയാണ് ഈ പ്രതികൾ അടിച്ചു മാറ്റിയത്. ഇത്ര വലിയ തട്ടിപ്പ് നടത്താൻ എങ്ങനെ ഈ പ്രതികൾക്ക് കഴിഞ്ഞു? അതാ ആ പെൺകുട്ടി എനിക്ക് തോന്നുന്ന ഡെലിവറി സംബന്ധമായിട്ടൊക്കെ വീട്ടിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് ഡിജിറ്റലൈസ് അവിടെ ഇരിക്കുന്ന മുഴുവൻ സാധനങ്ങളുടെ ദൃശ്യം അവരുടെ വീടിന്റെ അടുത്ത് അവരുടെ ബെഡ്റൂമിൽ തന്നെ ഇരിപ്പുണ്ട്. ആരെങ്കിലും ഒരാളൊരു സാധനം വന്ന് ഈ സാധനം ചുണ്ണം അവർക്കത് കാണാം. അവർക്ക് ഡിജിറ്റലായിട്ട് വിഷൻ, അവർക്ക് അതിൻ്റെ ഒരു വിഷൻ കിട്ടും. ആ സാധനത്തിന്റെ വില അന്നേരം തന്നെ പറയാം. കടയിൽ പോയി ഇരിക്കണമെന്ന് നിർബന്ധമില്ല. ഇതൊക്കെ മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താമെന്ന് ഈ കുട്ടികളെ പഠിപ്പിച്ചതാര്? കാരണം അവരവിടെ ചെറിയ എമൗണ്ടിന് ജോലിക്ക് വന്നവരാണ്. അതിനുശേഷം ഇത്രയും വലിയ പണം ഒഴുക്ക് നടത്തിയത് മൂന്നാമത് ഒരാളുടെ സഹായം ഇല്ലാതെ നടക്കത്തില്ല. പിന്നെ QR കോഡ് ഉണ്ടാക്കണം. അതാരാണ് ഉണ്ടാക്കി കൊടുത്തത്? അത് ഈ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല. തട്ടിയെടുത്ത പണം പ്രതികൾ 3ആയി വീതിച്ചെടുത്തുവെന്നും അതുപയോഗിച്ച് സ്വർണവും സ്കൂട്ടറും വാങ്ങിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഇനി പോലീസ് കണ്ടുകെട്ടുമോ? എന്തായിരിക്കും ഇതിലുള്ള തുടർ നടപടികൾ? കാരണം അതിന് തീർച്ചയായിട്ടും ഈ തട്ടിപ്പിന് ശേഷം അവർ സ്വർണ്ണാഭരണം വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് ഈ ശമ്പളം അല്ലാതെ വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ പിന്നെ ഒരു പ്രിസംഷൻ തന്നെ ഇവിടുന്ന് തന്നെ പൈസ ഇവിടുന്ന് അടിച്ചു മാറ്റിയ ശേഷമാണ് ആ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ചില സ്കൂട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. അതിനുള്ള പണം എവിടുന്ന്? അത് സാധാരണഗതിയിൽ രൊക്കം കൊടുത്താണോ വാങ്ങിച്ചതെന്നുള്ള പോലീസിന് ഇപ്പം അറിയാം. അതേസമയത്ത് നമുക്ക് EMI വെച്ചിട്ട് സ്കൂട്ടറൊക്കെ വാങ്ങിക്കാം. അങ്ങനെ ഇവർ വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ള പോലീസ് അത് കണ്ടെത്തിയിട്ടുണ്ടാവും. അത് മൊത്തം പൈസ കൊടുത്തിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പണം ഒഴുകിക്കൊണ്ടിരിക്കുകയില്ലേ. എന്തായാലും ഇവരെ കുടുങ്ങി. ഈ 2 പെൺകുട്ടികൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാണ്. ഇനി അടുത്ത ആളുകൂടെ വരണം. അയാൾ വരുമ്പോൾ അയാളുടെ ഹസ്ബൻഡിനെയും അയാളെ സഹായിച്ച അഡ്വക്കേറ്റ് ആരെങ്കിലും അവരുടെ പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് പ്രതികൾക്കെതിരായ പരാതി. ഈ പൈസ മുഴുവൻ ദിയയ്ക്ക് തിരിച്ചു കിട്ടുമോ? നിലവിൽ 40 ലക്ഷത്തിന്റെ ക്രമക്കേടിന്റെ ഡീറ്റെയിൽസ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഈ കേസ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നതിനാൽ എങ്ങനെയായിരിക്കും ദിയയ്ക്ക് ഈ പണം കിട്ടുക? കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പണമൊക്കെ കുറേയൊക്കെ അവർ ചെലവാക്കിയിട്ടുണ്ടാവും. സ്വർണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിക്കവർ ചെയ്യാം. അതൊക്കെ അത് വിറ്റ് ആ കുറേ പൈസയെങ്കിലും കിട്ടും. ബാക്കി ഇവർ ചെലവാക്കി, ഇവർ വീട് പണിതിട്ടുണ്ട്, വീട് മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പണങ്ങൾ ഇവർ ലാവിഷായിട്ട് ചെലവാക്കിയ ഡ്രസ്സിന് വേണ്ടി, അവര് ആഭരണങ്ങൾക്ക് വേണ്ടി, സ്വർണം അല്ലാത്തത്, പിന്നെ ചെരുപ്പ്, അങ്ങനെയുള്ള ധാരാളം സാധനങ്ങൾ ഇവർ വാങ്ങിച്ചു ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നും ആ പണമൊക്കെ പോയത് തന്നെ. എങ്കിലും കുറേയൊക്കെ പണം ഇവരെ ഈടാക്കാൻ പറ്റും. സ്വർണ്ണാഭരണമൊക്കെ ഈടാക്കാം. അല്ലെങ്കിൽ പിന്നെ അവരെ വീട് അറ്റാച്ച് ചെയ്യും. കാരണം ഇവർക്ക് ഈ പണം കിട്ടാനുള്ള സോഴ്സ് ഇല്ലാന്ന് പോലീസിന് അറിയാം, കോടതിക്കും അറിയാം. പിന്നെ എങ്ങനെയാണ് ഇത്ര സമ്പാദിച്ചതെന്ന് പറഞ്ഞാൽ അത് അവിടുന്ന് വെട്ടിച്ച പൈസ തന്നെ. അതുകൊണ്ട്
ശിക്ഷ ഉറപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവരെ രണ്ടുപേരും ഇപ്പൊ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞ് ജാമ്യം കിട്ടാനും അല്പം ബുദ്ധിമുട്ടുണ്ട്. മറ്റേ മൂന്നാമതൊരാളുണ്ട്, അയാളെ സറണ്ടർ ചെയ്യണം. അവർ സറണ്ടർ ചെയ്ത് വന്നെങ്കിൽ അവരെ കൊണ്ട് എവിഡൻസ് എടുക്കണം. ഒരു 90 ദിവസം വരെക്കകം മറ്റേ ആളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് ഇവർക്ക് 90 ദിവസം വരെ പോലീസ് അവരുടെ ഭാഗം എവിഡൻസ് കളക്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നെങ്കിൽ, അവരെയും കൂടെ അറസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവര് ഈ ട്രയൽ കഴിഞ്ഞിട്ട് ഇനി വെളിയിലോട്ട് വരുള്ളൂ. ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ നൽകുന്ന ബില്ലിൽ കസ്റ്റമറുടെ പേരും ഫോൺ നമ്പറും വെക്കാറില്ല എന്നാണ് തെളിവെടുപ്പ് നടത്തുമ്പോഴുള്ള വീഡിയോയിൽ ഈ ജീവനക്കാരികൾ പറയുന്നത്. ആഭരണങ്ങളുടെ വില നിശ്ചയിക്കുന്നത് ദിയയാണ് എന്നും കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന ആഭരണത്തിന്റെ ചിത്രം ദിയയ്ക്ക് അയക്കുമ്പോൾ വില നിശ്ചയിച്ച ദിയ മറുപടി നൽകുമെന്നൊക്കെയാണ് ജീവനക്കാരികൾ പറയുന്നത്. യഥാർത്ഥ വില അറിയുന്നതിനുള്ള ബാർകോഡ് ബില്ലിൽ ഉൾപ്പെടുത്തില്ല എന്നും ക്രൈംബ്രാഞ്ചിനോട് ഇവർ പറയുന്നതായിട്ട് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ വിശ്വാസം മുതലെടുത്ത് തട്ടിപ്പ് നടത്തിയതാണോ പ്രതികൾ, അതോ ഇവിടെ ദിയയ്ക്കും തെറ്റുപറ്റിയോ? അതിലൊന്നും പോലീസ് അന്വേഷണമൊന്നും, ഒരു ബിസിനസ് സംബന്ധമായി തട്ടിപ്പ് നടത്തുന്നു പറഞ്ഞാൽ അങ്ങനെ തട്ടിപ്പ് നടത്തിയ ആരെങ്കിലും പരാതിപ്പെടണ്ടേ? ഇതിപ്പോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരല്ലേ ഈ പരാതി പറയുന്നത്. ആരെങ്കിലും പരാതിപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. വാങ്ങിച്ചുകൊണ്ട് പോയ ആൾക്കാർക്ക് പരാതി ഉണ്ടെങ്കിൽ അതിനെതിരെ പോലീസിന് കേസെടുക്കാം. അല്ലാതെ ഈ പ്രതികൾ പറഞ്ഞ ഉടനെ പോലീസ് ചാടിക്കയറി കേസെടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതവരുടെ പലവരും പല രീതിയിലല്ലേ ബിസിനസ് നടത്തുന്നത്. അതിനകത്ത് എന്തെങ്കിലും തട്ടിപ്പുണ്ടെങ്കിൽ ആ തട്ടിപ്പിന് വിധേയമായ ആൾക്കാർ പോലീസ് വന്ന് പരാതി കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ജൽപ്പനങ്ങളൊന്നും വില പോവില്ല. അതുകൊണ്ടൊന്നും അത് കേസിന്റെ ഒരു ഭാഗമാകത്തുമില്ല. സാർ, ഇനി ഈ കേസിന്റെ നടപടിക്രമങ്ങൾ എന്തായിരിക്കും? അതിനിപ്പോ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ അറസ്റ്റ് ചെയ്ത് ഇവരെ കസ്റ്റഡി വാങ്ങിച്ചു, അന്വേഷണം നടത്തി, അതിനുശേഷം ഇവരെ സബ് ജയിലിലോട്ട് വിടും. ഇനി മൂന്നാം പ്രതിയെ കിട്ടണം. 90 ദിവസം വരെ സബ് ജയിലിൽ കിടക്കും ഇവര്. കാരണം മൂന്നാം പ്രതിയെ എത്രയും പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ അവരുടെ എവിഡൻസ് ഒക്കെ രേഖപ്പെടുത്തി പെട്ടെന്ന് തീർത്താൽ 10-60 ദിവസം ചാർജ് ഷീറ്റ് കൊടുത്താൽ ഇതിന്റെ ട്രയൽ കഴിയുന്ന വരെ ഇവരകത്ത് കിടക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ജാമ്യം കൊടുക്കും, എന്നിട്ട് ട്രയൽ ഫേസ് ചെയ്താൽ മതി. പ്രതികളായ വിനീതിയെയും രാധാകുമാരിയെയുമാണ് തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. ഇനി ദിവ്യയെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടേ? ദിവ്യയെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ തെളിവെടുക്കാൻ കൊണ്ടുവരണം. അവർക്ക് ഈ 3 പേരും അവിടെ നിന്നുള്ള പണം വീതിച്ചെടുത്തെന്നാ പറയുന്നത്. ഓരോരുത്തർക്ക് എത്ര ലക്ഷം രൂപ വെച്ച് കിട്ടി. ഇനി ഇവരെ രണ്ടുപേരെയും വെട്ടിച്ചിട്ടാണോ മറ്റേ ദിവ്യ എന്ന് പറഞ്ഞ കുട്ടി ബാർകോഡ് അവരുണ്ടാക്കി അവരിലേക്ക് കൂടുതൽ പണം പോയോ? അവരിൽ കൂടെ ഇപ്പൊ ഇവര് രണ്ടുപേരുടെ ഒരാളല്ല ബാർകോഡ് ഉണ്ടാക്കി കൊടുത്തതെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റേ കുട്ടിയുടെ ഹസ്ബൻഡ് അയാളെ ആരെ കൊണ്ടാണ് ബാർകോഡ് നിർമ്മിച്ചത്, ആ ബാർകോഡ് നിർമ്മിച്ച ആൾ ഇനി പ്രതിയാവും. അതുകൊണ്ട് ഇനി വരാനുള്ള പെൺകുട്ടിയും അവരുടെ ഹസ്ബൻഡും അവരുടെ കൂടെ 1-2 പേരും കൂടെ പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഈ പ്രതികൾ എത്ര കാലം അകത്ത് കിടക്കേണ്ടി വരും? അത് മിനിമം 7 വർഷമെങ്കിലും കിടക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശിക്ഷ ഏതായാലും നടൻ കൃഷ്ണകുമാറും ഭാര്യയും മകളും ഒക്കെ ഇവർക്കെതിരായിട്ട് തീർച്ചയായിട്ടും പറയും. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സാക്ഷികളും കാണും. എന്തായാലും അവരാരും പിന്മാറാനുള്ള സാധ്യത കുറവാണ്. കാരണം അതുപോലെ അവരെ ഒത്തിരി പീഡിപ്പിക്കുകയൊക്കെ ചെയ്യും, മാനസികമായിട്ട് ഒത്തിരി പീഡിപ്പിച്ചു. ഈ 40 ലക്ഷം രൂപ മോഷണം നടത്തിയെന്ന് ഇനീഷ്യൽ കണ്ടെത്തി കഴിഞ്ഞപ്പം അത് കൃഷ്ണകുമാറും മകളും അവരുടെ വീട്ടുകാരും ഏകദേശം 22-25 ലക്ഷത്തിൽ നിങ്ങൾ തന്നാൽ ഞങ്ങൾ തീർക്കാം. അതിന് മുന്നോടിയായിട്ട് ഇവർ ചില പൈസകളൊക്കെ കൊടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടായിട്ട് എവിഡൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇത് മറന്ന് ഇവരോട് ക്ഷമിച്ച് ഇത്ര ലക്ഷം രൂപ കിട്ടിയാൽ അതിൽ ഒതുങ്ങി പ്രശ്നം തീരാൻ പോയതാണ്. പക്ഷെ ഇവരുടെ മിടുക്ക് ആവശ്യമില്ലാതെ ഇവർക്ക് ഭർത്താക്കന്മാരും മറ്റുള്ളവരും ഉപദേശം കൊടുത്തു. ഇത് ഈ പറ്റിപ്പൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ ഒന്നും ചെയ്യാൻ ഒക്കില്ല എന്നൊക്കെ ഒരു ധൈര്യം കൊടുത്തിട്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ വന്ന് ചാടി നിൽക്കുന്നത്. എന്തായാലും പാളിപ്പോയി. അവർ ജയിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഇപ്പൊ സബ് ജയിലിൽ പോയി. ഇനി ഈ കേസിന്റെ എവിഡൻസ് നടന്ന് ഇവരെ ശിക്ഷിക്കുകയാണെങ്കിൽ വീണ്ടും 7 വർഷം വരെ കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. സാർ, ഏറ്റവും ഒടുവിലായി ചോദിക്കാനുള്ളത്, ദിയ കൃഷ്ണയുടെ ഈ സ്ഥാപനത്തിലെ തട്ടിപ്പിൽ നിന്നും സമൂഹത്തിന് നൽകുന്ന പാഠം എന്താണ്? അത് നമ്മൾ സത്യസന്ധരായിരിക്കണ്ടേ. വല്ലയിടത്തൊക്കെ പോയി നിന്നിട്ട് അവിടുന്ന് മോഷ്ടിക്കുക, അവിടുത്തെ സാധനം മോഷ്ടിക്കുക, അതൊക്കെ തന്നെ ജീവിതം തന്നെ മറിയും. കാരണം നമ്മൾ ആദ്യമായിട്ട് കുട്ടികളും എല്ലാവരും സത്യസന്ധമായിട്ട് ജീവിക്കുക. അനർഹമായ പണം നമ്മൾ ആരെയും തട്ടിച്ചെടുക്കരുത്. നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലി ചെയ്യുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. അതിലപ്പുറം നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. വലിയൊരു പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവരുടെ ഷെയർ നമുക്കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
സത്യസന്ധരായ പെരുമാറ്റവും ആ രീതി. പിന്നെ നമുക്ക് ലഭിക്കുന്ന പണം, ആ പണത്തിനകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാണ്. പണമുള്ളവർ എങ്ങനെയോ ജീവിച്ചു പോട്ടെ. നമുക്ക് ലഭിക്കുന്ന പണം, അധ്വാനിച്ച് ലഭിക്കുന്ന പണത്തിനകത്ത് ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അനർത്ഥങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ള കേസിനകത്ത് ഇത് അതിമോഹം, വലിയ കാറ്, വലിയ വീട്, മറ്റുള്ളവരെ പോലെ നടക്കണം, അതിനുള്ള ഒരു വരുമാന മാർഗം നമുക്കില്ല. നമ്മൾ കൂലിപ്പണിയാണ്, അല്ലെങ്കിൽ നമ്മൾ മാസശമ്പളക്കാരാണ്, നമുക്ക് അതിനൊന്നും അർഹതയില്ല, നടക്കാനും പോകുന്നില്ല. ഇങ്ങനെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ ജയിൽവാസം തന്നെയാണ് അതിന് പ്രതിവിധി.